പ്രിയമുള്ള കൂട്ടുകാരെ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കച്ചെമ്മീൻ കൊണ്ട് തീയൽ ഉണ്ടാക്കുന്നതാണ്. പുറത്ത് നിന്ന് നമുക്ക് ഇൻട്രോ എടുക്കാൻ സാധിക്കുന്നില്ല, കാരണം ഇവിടെ നല്ല മഴയാണ്. കൂട്ടുകാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, കുറച്ച് പടവലങ്ങ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം കളഞ്ഞ് കൂട്ടുകാരെ, ഇനി നമുക്ക് പടവലങ്ങ നമുക്ക് നരിഞ്ഞെടുക്കാം. ഒരു കയ്യറ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈമുറിയാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ടൊക്കെ അറിയുന്നവർക്ക് കൈമുറിയാൻ ചാൻസ് ഉണ്ട്. ഞാനെന്തായാലും സേഫ്റ്റിക്കായിട്ട് കയ്യുറ ഉപയോഗിക്കുന്നുണ്ട്. ഇതേ നീളത്തിലും ഇതേ കനത്തിലും അരിഞ്ഞെടുക്കുക. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് വീഡിയോയ്ക്ക് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങയുടെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 8 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 മുളക്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വഴിയെ കാണാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. കൂട്ടുകാരെ, നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. നമുക്കതിലേക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഉണക്കക്കൊഞ്ച് ഇട്ട് വറുത്തെടുക്കാൻ പോവാണ്. ഇതിനൊരു കവറിന് 20 രൂപയാണ് വില. നമുക്കിത് ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഇത് ചെറിയ ടൈപ്പ് കൊഞ്ചാണ് കൂട്ടുകാരെ. ഇതിൻ്റെ തലയും പാലും ഒന്നും കളയാനില്ല. ഇത് അത്രയ്ക്ക് ചെറുതാണ്. ഇതൊന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാകും. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. അത് നമ്മൾ കറി വെക്കുന്നതിന് മുമ്പൊന്ന് കഴുകിയെടുത്താൽ മതി. അതിന് വേണ്ടി ഒന്ന് ഫ്രൈ ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അല്ല നേരിട്ട് കഴുകിയാൽ അത് വെള്ളത്തിലങ്ങ് ഇലിഞ്ഞു പോകും. നല്ല മണമൊക്കെ ആയിട്ടുണ്ട്. നമുക്കത് വാങ്ങിയെടുക്കാം. അത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ. ആ ചട്ടി തന്നെ നമുക്ക് അടുപ്പിൽ വെക്കാം. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂട്ടുകാരെ, അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ എല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ ഒന്നിച്ച് ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി ഇഞ്ചിയെല്ലാം ഒരുമാതിരി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് ഇനിയിപ്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങ ഒരു ബ്രൗൺ കളർ, അത് ഗോൾഡൻ കളർ മാറുന്നിടം വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അടുത്തായിട്ട് മല്ലിപ്പൊടി. ഇതുവരെ കറണ്ട് വന്നു. 1.5 ടേബിൾ സ്പൂൺ
മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്. എരി വേണ്ടവർക്ക് സാധാ മുളക് പൊടി ഉപയോഗിക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറണം വരയ്ക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി. ആ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു മിക്സിയിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഇട്ട് അരച്ച് എടുക്കാം. ഞാനിവിടെ മിക്സിയാണ് ഉപയോഗിക്കുന്നത്. വെളിയിൽ മഴയാണ്, നമ്മുടെ അമ്മി കല്ല് വെളിയിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കൂട്ടുകാരെ, ഇത് നമുക്ക് കറിവേപ്പില്ല, നമ്മളിവിടെ കൊണ്ടുവച്ചത് ഉണങ്ങിപ്പോയ കറിവേപ്പിലാണ്. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ശകലം അല്പം നമ്മൾ മറ്റേ മസാലയ്ക്ക് ഇട്ടിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി. ചെറുതായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ പിഴിപുളി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കാം. പുളി നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ ചേർക്കാം. അതിലേക്ക് നമ്മൾ നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പടവലങ്ങായി വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വേറെ പടവലങ്ങായി വെള്ളമുള്ളത് കൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴന്നു വരട്ടെ. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അത് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നല്ലപോലെ ആയിട്ട് നമുക്കിത് കഴുകി ഇട്ട് കൊടുക്കാം. ചാറ് കഴുകിയ വെള്ളവും അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റാണ്. അല്പം പുളിയോടെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ എരിക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഇത് കഴുകുമ്പോൾ നമ്മളിതിൻ്റെ കൊമ്പ് എടുത്തിട്ടില്ല. കൊമ്പെടുക്കാൻ പറ്റുന്ന സൈസല്ല ഇത്. ചെറുതായതുകൊണ്ട് കൊമ്പ് കയ്യെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, കഴുകുക. കാരണം പായലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കുന്നതാണ്, അതിൻ്റെ അഴുക്കൊക്കെ കാണും. അപ്പോൾ അത് കഴുകിയെടുക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കണം. നമുക്ക് നല്ലപോലെ ഇറക്കി കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പടവലങ്ങയൊക്കെ വേഗത്തക്ക രീതിയിൽ അല്പം വെള്ളം കൂടെ. പടവലങ്ങ വാട്ടി എടുത്തതാണ്, എങ്കിലും അത് ഒന്നുകൂടെ ഒന്ന് വേഗത്തക്ക രീതിയിൽ അല്പം വെള്ളം കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ വെച്ചിട്ട് 5-8 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. നമുക്കത് കൊണ്ട് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ചുതീയിൽ വെള്ളം എല്ലാം ഒരു ലെവലിൽ പറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല കൃത്യമായിട്ട് നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി തീയെല്ലാം കുറച്ച് ഇതിലേക്ക്
അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വേണ്ടവർക്ക് കടുക് താളിക്കാം. കാരണം നമ്മൾ ആദ്യമേ കടുക് താളിച്ചത് കൊണ്ട് നമുക്ക് ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മളല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ കറിവേപ്പില ഇല്ല, കറിവേപ്പില ഇട്ട് വാങ്ങിയെടുക്കുക. ഇനിയും ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി കുറുകുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഏവർക്കും തീർച്ചയായും വില്ലേജ് കിച്ചൻ്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം.